ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹോം മെയ്ഡ് ഹെൽത്തി ഗ്രീൻ സലാഡാണ്. ഇത് വളരെ നല്ലതാണ്. ഈ കോവിഡ് കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സലാഡാണിത്. നമുക്കിപ്പോൾ ഇത് കഴിക്കണമെങ്കിൽ റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇതിൽ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ഫുഡാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം. ഓക്കെ. ആസ്പരാഗസ്, 2 കളറിലുള്ള ക്യാപ്സിക്കം, കുക്കുംബർ, ക്യാരറ്റ്, അവക്കാഡോ, ഗ്രീൻ ആപ്പിൾ, മിക്സഡ് ലെറ്റ്യൂസ്, 2 കളറിലുള്ള മുന്തിരി, ലൈം ജ്യൂസ്, സാൾട്ട്, പർമസൻ ചീസ്, പെപ്പർ പൗഡർ, റെഡ് റാഡിഷ്, ചെറി ടൊമാറ്റോ, ആപ്പിൾ സിഡർ വിനെഗർ, ഒലിവ് ഓയിൽ, ഡിജോൺ മസ്റ്റാർഡ് പേസ്റ്റ്, പിന്നെ ഷുഗർ. ആദ്യം നമുക്ക് ലൈം ഡ്രസ്സിങ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു 1/2 സ്പൂൺ ഡിജോൺ മസ്റ്റാർഡ് പേസ്റ്റ് എടുക്കുക. ഓക്കെ. പിന്നെ അതിലോട്ട് ലൈം ജ്യൂസ് ഒരു 2 സ്പൂൺ, അത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലോട്ട് 5 സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുക. ഒരു പിഞ്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ, ഒരു പിഞ്ച് സാൾട്ട്, പിന്നെ ഒരു പിഞ്ച് ഷുഗർ. ഇത്രയും ചേർത്തതിന് ശേഷം വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ലെമൺ ഡ്രസ്സിങ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഓക്കെ. ലെറ്റ്യൂസ് നമുക്ക് ആദ്യം നന്നായി വാഷ് ചെയ്തെടുക്കാം. ലെറ്റ്യൂസിൽ നനവ് പാടില്ല. അപ്പോൾ നമുക്കത് ഒരു 10 മിനിറ്റ് ഡ്രൈ ആവാൻ വേണ്ടി വയ്ക്കാം. ഓക്കെ. ഗ്രേപ്സ് അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നീളത്തിൽ അരിയണം. അതുപോലെ ചെറിയ ടൊമാറ്റോയും നീളത്തിൽ അരിയണം. റെഡ് റാഡിഷും ഗ്രേപ്സ് അരിഞ്ഞ പോലെ തന്നെ നീളത്തിൽ അരിയണം. റാഡിഷ് അരിഞ്ഞതിന് ശേഷം ആപ്പിൾ സിഡർ വിനെഗറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല റെഡ് നിറം കിട്ടും. ഒരു ചെറിയ പീസ് ഗ്രീൻ ആപ്പിൾ എടുക്കാം. ആപ്പിളും അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. കുക്കുംബറും ക്യാരറ്റും എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. നീളത്തിൽ വളരെ നൈസായി അരിഞ്ഞെടുത്താലാണ് നമുക്കത് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഭംഗി തോന്നിക്കുള്ളൂ. ക്യാപ്സിക്കം ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. എന്നാലാണ് നമുക്ക് നീളത്തിലത് കിട്ടുകയുള്ളൂ. നമുക്കത് ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാൻ വളരെ എളുപ്പമായിരിക്കും. അവക്കാഡോ ഒരു ചെറിയൊരു പീസ് മതി, അത് ചെറുതാക്കി അരിഞ്ഞെടുക്കുക.
ആസ്പരാഗസ് ഒരു 30 സെക്കൻഡ് തിളച്ച വെള്ളത്തിലിട്ട് ബ്ലാൻഡ് ചെയ്തെടുക്കണം. അതിന് ശേഷം ഐസ് വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല ഫ്രഷായിട്ടിരിക്കും. ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ്. അപ്പോൾ ഇനി നമുക്ക് സലാഡ് സെറ്റ് ചെയ്യാം. സെൻട്രലാണ് മിക്സഡ് ലെറ്റ്യൂസ് വെക്കേണ്ടത്. അതിനു ചുറ്റും വെജിറ്റബിൾസും ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ലീവ്സ് ഒരിക്കലും താഴോട്ട് പോകാൻ പാടില്ല. അതിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പൊന്തി നിൽക്കണം. നമ്മൾ മുകളിലോട്ട് അത് കാണുന്ന പോലെ വെക്കണം, എന്നാലാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. അതിലോട്ട് ഇനി ലൈം ഡ്രസ്സിങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരിക്കലും നമ്മൾ ഈ പ്ലേറ്റിൽ ഫുള്ളായിട്ട് സലാഡ് വെക്കാൻ പാടില്ല. അതിൻ്റെ മിഡിലിൽ മാത്രം കുറച്ച് വെച്ച് നമ്മളത് സെറ്റ് ചെയ്തെടുക്കണം. ലീവ്സ് എല്ലാം മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന പോലെ സെറ്റ് ചെയ്യണം, എന്നാലാണ് അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുള്ളൂ കാണാൻ. എല്ലാ കളറുകളും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് നല്ലൊരു കളർഫുള്ളായിട്ട് തോന്നുള്ളൂ. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനമാണ് ചീസ് നമ്മൾ മുകളിലൂടെ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഹെൽത്തി ഗ്രീൻ സാലഡ് റെഡിയാണ്. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.